പാർലമെന്ററി ചരിത്രത്തിലെ അത്യപൂർവവും നാടകീയവുമായ ഒരു ദിനത്തിനായിരുന്നു ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന സ്പീക്കറെ പുറത്താക്കാനുള്ള അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് സഭയിൽ പ്രകടമായത്. ഭരണപക്ഷം ഏകപക്ഷീയമായിട്ട് സഭയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്നും സ്പീക്കർ പക്ഷാപാതപരമായി പെരുമാറുന്നു എന്നുമുള്ള ഗൗരവപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഈ നീക്കത്തിന് മുതിർന്നത്. ഭരണപക്ഷത്തോട് പക്ഷാപാതം കാണിക്കുന്നുവെന്ന് ആരോപിച്ച ഓം ബിർളയെ സ്പീക്കർ പദവിയിൽ നിന്നും പുറത്താക്കാനുള്ള പ്രതിപക്ഷ പ്രമേയം ലോക്സഭ ചൊവ്വാഴ്ചയാണ് ചർച്ചയ്ക്കെടുത്തത്. ചർച്ചാവേളയിൽ ലോക്സഭയെ ആര് നിയന്ത്രിക്കണം എന്നതിനെ ചൊല്ലി രൂക്ഷമായ ഭരണ പ്രതിപക്ഷ തർക്കമുണ്ടായി. സ്പീക്കറെ പുറത്താക്കാനുള്ള പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറാണ് സഭ നിയന്ത്രിക്കേണ്ടതെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ സഭ നിശ്ചയിക്കുന്ന ആളായിരിക്കും എന്നുമാണ് പ്രതിപക്ഷ അംഗങ്ങൾ പ്രശ്നം ഉന്നയിച്ചത്. അസുദ്ദീൻ ഒവൈസി, കെ.സി. വേണുഗോപാൽ, സൗഗത റോയ് എന്നിവരാണ് ക്രമപ്രശ്നം ഉന്നയിച്ചത്. സഭയിലുള്ളത് സ്പീക്കർ നിശ്ചയിച്ച അധ്യക്ഷ പാനലിൽപ്പെട്ട ആളാണെന്നും അത് ഭരണഘടനാ ലംഘനമാണെന്നും അവർ എടുത്തു പറഞ്ഞു. Very pertinent point relating to the constitution is raised here. When a removal of speaker's motion is taken up, it is very clear in Article 96, speaker cannot sit in the chair. The actions of the speaker also cannot be admitted by that point of time. You are appointed by the speaker of the Lok Sabha. You are sitting there as the panel of chairman appointed by the speaker of the Lok Sabha. Here, this is not at our fault. Last 7 years, around 7 years, the government is not ready to appoint the deputy speaker itself. That is very big. Sir, 93. Sir, Article 93. The House of the People shall, as soon as may be, choose 2 members of the House to be respectively Speaker and Deputy Speaker thereof, and so office of the House of the Speaker or Deputy Speaker become vacant. Sir, this is the situation, sir. Immediately after the election, Speaker and Deputy Speaker to be elected. Last 7 years, you are not elected a Deputy Speaker. You created a constitutional vacuum. You created a constitutional vacuum, sir. Sir, who is with that? But this question is very clear. Article 96 is very clear. Therefore, the House has to... Sir, my submission, sir. The House has to select a person to sit in the chair. Sir, then they can conduct. 7 വർഷമായി ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാതെ സർക്കാർ രാജ്യത്ത് ഭരണഘടനാ വിടവ് സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് വേണുഗോപാൽ കുറ്റപ്പെടുത്തി നടത്തിയ പ്രസംഗമായിരുന്നു ഇന്നലെ സഭയിൽ ഏറ്റവും ശ്രദ്ധേയമായത്. ആ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ കൊടുക്കുന്നു, കണ്ടിട്ട് വരാം. ജഗദാംബിക പാലാണ് ഈ സമയം അധ്യക്ഷ കസേരയിൽ ഉണ്ടായിരുന്നത്. സ്പീക്കറുടെയോ ഡെപ്യൂട്ടി സ്പീക്കറുടെയോ അഭാവത്തിൽ സഭാ നടപടിക്രമങ്ങളെക്കുറിച്ച് തീരുമാനിക്കപ്പെടേണ്ട ആളിനോ സഭ നിശ്ചയിക്കുന്ന ആളിനോ സഭ നിയന്ത്രിക്കാമെന്ന് മറ്റൊരു ഭരണഘടനാ അനുച്ഛേദം ചൂണ്ടിക്കാണിച്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു. BJP അംഗങ്ങളായ നിഷികാന്ത് ദുബെ, രവിശങ്കർ പ്രസാദ് എന്നിവരും ഈ വാദം ഉയർത്തി. ഇത് അംഗീകരിച്ച ജഗദാംബിക പാൽ ക്രമപ്രശ്നം തള്ളി. ഇതേ ചൊല്ലി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാഗ്വാദമുണ്ടായി. പ്രമേയത്തിന്മേൽ ചർച്ച തുടങ്ങിവെച്ച കോൺഗ്രസ് ലോക്സഭാ കക്ഷി ഉപനേതാവ് ഗൗരവ് ഗഗോയ് ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്തതാണ് ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്നും എടുത്തു പറഞ്ഞ് ആഞ്ഞടിക്കുകയായിരുന്നു. മുൻപ് സ്പീക്കർക്കെതിരെ പ്രമേയങ്ങൾ വന്നപ്പോഴെല്ലാം ഡെപ്യൂട്ടി സ്പീക്കർമാരുണ്ടായിട്ടുണ്ട്. ഇന്ന് പ്രതിപക്ഷത്ത് 200-ലധികം പേരുണ്ടായിട്ട് പോലും ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ സർക്കാർ തയ്യാറാക്കുന്നില്ല എന്നത് ഗൗരവ് ഗൊഗോയ് എടുത്തു പറഞ്ഞു. ചട്ടം തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സഭ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ പോലും സഭയുടെ സമ്പൂർണ്ണ അധികാരം സ്പീക്കറിൽ നിക്ഷിപ്തമാണെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെട്ടും പറഞ്ഞു. ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും സഭ ചേർന്നപ്പോൾ അധ്യക്ഷ കസേരയിൽ മറ്റൊരു പാനൽ അംഗം കൃഷ്ണപ്രസാദ് ടെനേറ്റി എത്തിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും തൃണമൂൽ അംഗം സൗഗത റോയ് ക്രമപ്രശ്നം ഉയർത്തുകയായിരുന്നു. സ്പീക്കർക്കെതിരായ പ്രമേയത്തെ തൃണമൂൽ കോൺഗ്രസും പിന്തുണച്ചു. 50 അംഗങ്ങളുള്ള പിന്തുണയാണ് ആവശ്യമെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം എഴുന്നേറ്റ് പിന്തുണ നൽകിയതോടെ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുകയായിരുന്നു. ഭരണഘടനയെ സംരക്ഷിക്കാനും സഭയുടെ അന്തസ്സ് വീണ്ടെടുക്കാനുമാണ് സ്പീക്കറെ നീക്കാനുള്ള പ്രമേയം കൊണ്ടുവരാൻ നിർബന്ധിതമായത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രമേയത്തിൽ ചർച്ച തുടങ്ങിവെച്ച കോൺഗ്രസ് ലോക്സഭാ കക്ഷി ഉപനേതാവ് ഗൗരവ് ഗഗോയുടേതാണ് ഈ പരാമർശം. രാഷ്ട്ര സ്വാതന്ത്ര്യത്തിന്റെയും മോചനത്തിന്റെയും പ്രതീകമാണ് സഭയെന്ന് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ന് എവിടെയാണെന്ന് അദ്ദേഹം ചോദിക്കുകയായിരുന്നു. അതേസമയം ലോക്സഭയിൽ സ്പീക്കറുടെ തീരുമാനം അന്തിമമാണെന്നും അത് അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജ്ജു പറയുകയായിരുന്നു. മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റുവിനെയും രാജീവ് ഗാന്ധിയെയും ഉദ്ധരിച്ച കിരൺ റിജ്ജു ആരും സ്പീക്കർക്ക് മുകളിലല്ല എന്ന് വ്യക്തമാക്കി. വെറും 50 അംഗങ്ങളുടെ പിന്തുണ മാത്രം വേണ്ടിയെടുത്ത പ്രതിപക്ഷം ഒന്നടങ്കം എഴുന്നേറ്റ്
എന്നത് പ്രമേയത്തെ പിന്തുണച്ചതും സർക്കാരിന്റെ ഏകപക്ഷീയ നിലപാടുകൾക്കെതിരെയുള്ള ജനകീയ പ്രതിരോധത്തിന്റെ സൂചന തന്നെയായിരുന്നു. നെഹ്റുവിനെയും രാജീവ് ഗാന്ധിയും ഉദ്ധരിച്ച് സംസാരിച്ച ഭരണപക്ഷത്തിന് ആ നേതാക്കൾ കാത്തുസൂക്ഷിച്ച ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ന് തകർക്കപ്പെടുകയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കോൺഗ്രസിനെ കൊണ്ടായി. സ്പീക്കർ പദവിയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്.